ഇതെന്താണെന്നറിയാമോ? ഇതാണ് ശതാവരിക്കിഴങ്ങ്. ഇത് ശതാവരിക്കിഴങ്ങ് അച്ചാറിടാൻ പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് ഞാനൊരു ശകലം ഇപ്പോൾ തോരൻ വെക്കാമെന്ന് ഓർത്തിട്ടാണ്. ഇത് നേരത്തേക്ക് ഇത്തിരി തോരൻ വെച്ചിട്ടുള്ളതാണ്. ഇപ്പം നമുക്ക് ഈ എല്ലായിടത്തോടെ ഏലകൃഷിയായി പിന്നെ ഈ ശതാവരി ഒന്നും അങ്ങനെ കാണാനില്ല. ഇപ്പം എൻ്റെ ചേട്ടൻ ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതിന്നിപ്പോൾ ശകലം തോരൻ വെക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. ഞാൻ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് വരാം. അതായത് ഞാനിപ്പോൾ ക്ലീൻ ചെയ്തെടുത്തത് കേട്ടോ. ഇതിനിപ്പോൾ ഒന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് നമുക്കത് തോരൻ വയ്ക്കാനേ. ശതാവരി അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ശതാവരി അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളക്, തേങ്ങ, സവോള അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഒതുക്കിയിടാൻ ഓർത്തപ്പോൾ അല്ലാണ്ട് തന്നെ എങ്ങനെ വയ്ക്കാമെന്ന് വെച്ചു. നമുക്ക് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. വെച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് കടുകിടാം. നമുക്ക് കടുക് പൊട്ടുന്നുണ്ട്. വെച്ച് നമുക്ക് തേങ്ങയും സവോളയും പച്ചമുളകും കൂടി വന്നിട്ട് ശകലം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാതെ നമുക്കിതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ശതാവരി കൂടി ഇടുവാണ്. ശതാവരിയും കൂടി ഇട്ട് കൂടി വെച്ച് നമുക്ക് വയ്ക്കാം. ഇപ്പം നീരാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കുന്നത്. കല്ലുപ്പ് കലക്കി വയ്ക്കും. ഇതാണ് ഇഷ്ടം പൊടിയിട്ടില്ല കഴിഞ്ഞിട്ട്. ശതാവരിക്ക് ചക്കര നേരത്തെ വേവുള്ളതാണ്. അവിടെ ഇത് കുറച്ച് നേരം ഇളമ്പി വേഗത്തെ നമുക്കതിന് മൂടി വെക്കാതെ ശതാവരി കറി എന്തായെന്ന് നോക്കാതെ. സൂപ്പർ ശതാവരി നല്ല ആയിട്ടുണ്ട് കേട്ടോ. കറി പാകമായിട്ടുണ്ട്. എന്താ കണ്ടാൽ ഒരു കോവീശ്വറിനൊക്കെ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ശതാവരി നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കിക്കാം. ഒത്തിരി വെച്ച് കൂട്ടിയിട്ട് സൂപ്പർ നല്ല കറി കേട്ടോ. പക്ഷേ എല്ലാവർക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റൊന്നും പിടിക്കില്ല കേട്ടോ. ഇത് ചെറിയ കയ്പ്പൊക്കെ ഉണ്ട്. അത് നമ്മളൊരു എന്താ പറയുന്നത്, ഒരു ആയുർവേദ മരുന്നൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കയ്പ്പ് അതൊക്കെ ഉണ്ട് ഇതിന്. പക്ഷേ ഇതിന് കയ്പ്പൊക്കെ ഉണ്ടെന്നുള്ളത് നല്ല ഗുണമുള്ള സാധനമാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ദഹനത്തിന് നല്ലതാണ്. പിന്നെ വയറിളക്കം പോലെയുള്ള അസുഖങ്ങൾക്ക് നല്ലതാണ്. കൊളസ്ട്രോൾ കുറയാൻ നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. അപ്പം ടേസ്റ്റ് ഒന്നും നോക്കണ്ട. എല്ലാവരും കിട്ടുവാണെന്നെങ്കിൽ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുക. ഇതൊക്കെ നമുക്ക് മറ്റ് ഇതൊന്നും രാസവസ്തുക്കളൊന്നും ചേരാത്ത സാധനമാണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാധനങ്ങളായതുകൊണ്ട് കിട്ടുന്നവർ കിട്ടുമ്പോൾ ഇതൊക്കെ കഴിക്കാൻ ശ്രമിക്കുക.